നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്തെ പട്ടം SUT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നവജാത കുഞ്ഞുങ്ങളിൽ ശസ്ത്രക്രിയ വേണ്ടി വരുന്ന കുറച്ച് വ്യതിയാനങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ നവജാത ശിശുക്കളിൽ ഡെവലപ്മെൻറ്റ് സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചില അവയവങ്ങൾ പൂർണ്ണമായി ഡെവലപ്പ് ആവാണ്ടിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ കാണിച്ച് എന്താ പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കേണ്ടതാണ്. ഇപ്പോൾ വളരെ സാധാരണ കാണുന്ന കോമൺ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ സർജറി ചിലപ്പോൾ കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യേണ്ടി വരും. ചിലത് കുഞ്ഞൊന്ന് സ്റ്റേബിളായിട്ട് 1-2 ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ടി വരും. ചിലത് കുഞ്ഞ് കുറച്ചും കൂടെ വലുതായി 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോൾ ചെയ്താൽ മതിയാവും. വളരെ സീരിയസ് ആയിട്ടുള്ള വ്യതിയാനങ്ങളാണെങ്കിൽ പ്രഗ്നൻസി കംപ്ലീറ്റ് ആവാണ്ടിരിക്കാം, അബോർഷൻ പോലത്തെ മിസ്കാരേജ് പോലെയൊക്കെ വരാം. അപ്പോൾ അഥവാ പ്രഗ്നൻസി സ്കാനിൽ അനോമലി സ്കാനിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ മാതാപിതാക്കളോട് പറയുന്നത് കുഞ്ഞ് ജനിച്ച ഉടനെ സർജറി വേണ്ടി വരും. പിന്നെ നവജാത ശിശു ആയതുകൊണ്ട് അവർക്ക് സർജറി താങ്ങാൻ പറ്റൂലായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യതിയാനങ്ങൾ കൊണ്ട് ശ്വാസം മുട്ട് പോലത്തെ പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ കുഞ്ഞ് ജനിച്ച ഉടനെ ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായമൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ വളരെ സാധാരണ കാണുന്നത് കുടൽ സംബന്ധിച്ച് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സംബന്ധിച്ച് വ്യതിയാനങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് വെച്ചാൽ വായ തൊട്ട് മലദ്വാരം വരെയുള്ള ലൈനിങ് ഉള്ള ഒരു ട്യൂബാണ്. അപ്പോൾ ഈ ട്യൂബിൻ്റെ എവിടെ വേണമെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഡെവലപ്മെൻറ്റ് അപാകതയായിട്ട് ഇരിക്കാം. അപ്പോൾ വായയുടെ തൊട്ട് താഴെ അന്നനാളം ഈസോഫേഗസിൽ അട്രീഷ്യ, അതായത് പൂർണ്ണമായി ഡെവലപ്പ് ആവാത്ത അസുഖം എന്ന് പറഞ്ഞ് ഈസോഫേജിയൽ അട്രീഷ്യ കാണാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പിൽ ഈ അന്നനാളം കണക്ഷൻ ഇല്ലാണ്ടിരിക്കാം. മറ്റേ അതിൻ്റെ താഴോട്ടുള്ള വശം ശ്വാസനാളത്തിലോട്ട് കണക്ഷൻ ഉണ്ടാവും. ട്രേക്കിയോ ഈസോഫേജിയൽ ഫിസ്റ്റുലായിട്ട് ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞ് ജനിച്ച ഉടനെ തുപ്പൽ പോലും ഇറക്കാൻ പറ്റൂല. ഈ തുപ്പൽ പതഞ്ഞ് പുറത്തോട്ട് വരും. കുഞ്ഞിന് ഈ ശ്വാസനാളത്തിൽ കണക്ഷൻ ഉള്ളതിനാൽ കുടലിലോട്ട് ഗ്യാസ് കയറി വയറ് പെരുകി വരാം. അപ്പോൾ കുഞ്ഞിന് ബുദ്ധിമുട്ട് കൂടി വരും. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ജനിച്ച ഉടനെ പീഡിയാട്രീഷ്യൻ പരിശോധിച്ച് ട്യൂബിൽ പ്രശ്നമുണ്ട് എന്ന് സംശയിച്ചാൽ അതിൻ്റേതായ എക്സ്റേ എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വളരെ താമസം ഇല്ലാണ്ട് സർജറിയിലേക്ക് കൊണ്ടുപോകണം. സർജറി പക്ഷേ വലിയൊരു സർജറിയാണ്. നെഞ്ച് തുറന്ന് തൊറാക്കോട്ടമി എന്ന് പറയും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് തൊറാക്കോസ്കോപ്പി. അതിലും ബുദ്ധിമുട്ടാണ്. കാരണം നവജാത ശിശുവാണ്, പുറത്ത് വന്ന് എല്ലാം താരതമ്യം പ്രാപിക്കുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളിൽ ജനിച്ച് കഴിഞ്ഞ് കുറച്ച് ചേഞ്ചസും ഉണ്ട് ഹാർട്ടിൻ്റെയും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെയും. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചൊരു മേജർ സർജറി പൂർണ്ണമായി മയക്കിയിട്ട് ഒരു 3-4 മണിക്കൂറിലത്തെ സർജറി ചെയ്യുമ്പോൾ കുഞ്ഞ് അത് താങ്ങാനുള്ള ശേഷിയുണ്ടോ ഇല്ലയോ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ സർജറി വഴി നമ്മൾ നെഞ്ചിൻ്റെ അകത്താണ് ഈ ഡെവലപ്പ് ആവാത്ത ഇരിക്കുന്ന ഏരിയ. ഇപ്പോൾ നെഞ്ചിൻ്റെ തുറന്ന് ഈ പുറകിൽ ലങ്സ് മാറ്റിയിട്ട് പുറകിലത്തെ ഭാഗത്ത് ഈ അപാകതയായിട്ട് ഇരിക്കുന്ന അന്നനാളത്തിനെ പറ്റുമെങ്കിൽ 2 അറ്റവും കൂട്ടി യോജിപ്പിക്കും. ചിലപ്പോൾ വളരെ ദൂരത്ത് ആയിരിക്കും ഇരിക്കുന്നത്, അതായത് ലോങ് ഗ്യാപ്പായിട്ട് വിട്ടിരിക്കുമായിരിക്കും. അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് താൽക്കാലികമായിട്ട് അവർ ഒന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് തുപ്പൽ പുറത്തോട്ട് വരാനായിട്ട് ഒരു പുറത്തോട്ട് ഓപ്പണിങ് വയ്ക്കും. കഴുത്തിൽ വയറ്റിൽ ഒരു ട്യൂബ് ഇട്ട് ഫീഡിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ കുഞ്ഞ് കുറച്ചൊന്ന് വലുതായിട്ട് ഈ ഇല്ലാത്ത അന്നനാളം നമ്മൾ വേറെ ടിഷ്യൂ വെച്ച് ഉണ്ടാക്കും. വേറെ കുടലിൻ്റെ ഭാഗമായിരിക്കാം, ആമാശയത്തിൻ്റെ ഭാഗമായിരിക്കാം. അത് കുഞ്ഞ് വലുതായിട്ട് തീരുമാനിച്ച് ഒരു മേജർ സർജറിയാണ്. അപ്പോൾ ഈസോഫേജിയൽ അട്രീഷ്യ ആണെങ്കിൽ അത് കുറച്ച് മേജർ സർജറിയാണ്. പക്ഷേ മിക്കവാറും കാണുന്ന കോമൺ ടൈപ്പ് ഈസോഫേജിയൽ അട്രീഷ്യയ്ക്ക് ഒരു സർജറി തന്നെ കുഞ്ഞ് ശരിയാക്കി കിട്ടും. പക്ഷെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ലൈഫ് ലോങ് കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ വന്നേക്കാം. ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് GER എന്ന പ്രശ്നം വന്നേക്കാം. അവർക്ക് സ്ട്രിക്ചർ വരാം. ഈ കൂട്ടി യോജിപ്പിച്ച ഭാഗത്ത് ചുരുക്കം വരാം, സ്ട്രിക്ചർ എന്ന അത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആഹാരം പോകുമ്പോൾ അവിടെ തടസ്സപ്പെടാം, അതിൻ്റെ ബുദ്ധിമുട്ട് വരാം. പിന്നെ
കുഞ്ഞുങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ പോലെ വരാം. ഈ കണക്ഷൻ ഉണ്ടായിരുന്നത് വീണ്ടും തുറക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കെയറും അനസ്തീഷ്യ കെയർ, ന്യൂബോൺ കെയർ, NICU കെയർ ഒക്കെ വളരെ മെച്ചപ്പെട്ടത് കൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരുവിധം നമുക്ക് രക്ഷിച്ച് കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുന്ന രീതിയിലാക്കാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ അന്നനാളത്തിലും ബാക്കി കുടലിനെ സംബന്ധിച്ച അസുഖങ്ങളെക്കുറിച്ച് വേറെ ഒരു ദിവസം സംസാരിക്കാം. നന്ദി.